നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ക്യൂബയിൽ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗമായ CIA സംഘം പറന്നിറങ്ങിയിരിക്കുന്നു. രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ട് തന്നെയാണ്. ക്യൂബൻ ഭരണകൂടവുമായി അല്ലെങ്കിൽ ക്യൂബൻ സർക്കാരിൻ്റെ പ്രതിനിധികളുമായി തങ്ങൾ ചർച്ച നടത്തിയെന്ന വിവരം പുറത്തുവിട്ടിരിക്കുന്നത് CIA തന്നെയാണ്. സത്യത്തിൽ CIA ഇത്തരം സന്ദർശനങ്ങളും ചർച്ചകളുമൊന്നും അധികം പുറത്തു വരാറില്ല. എന്നാൽ CIA തന്നെ എക്സ് ഹാൻഡിലൂടെ ഈ ചർച്ചയുടെ ഫോട്ടോഗ്രാഫ് പുറത്തുവിട്ടിരിക്കുന്നു. CIA മേധാവി ജോൺ റാഡ്ക്ലിഫും മറ്റു ചില CIA ഉദ്യോഗസ്ഥരും ക്യൂബൻ ഇൻ്റലിജൻസിൻ്റെ മേധാവിയായ റോമിറോ കാർബെല്ലോയുമായി ചർച്ച നടത്തുന്ന ചിത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ മുഖങ്ങളെല്ലാം ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ മറച്ച നിലയിലാണ് ആ ചിത്രം പുറത്തുവിടുമ്പോൾ തന്നെ. അതായത് അതീവ രഹസ്യ സ്വഭാവം ഇതിൽ കാത്തുസൂക്ഷിച്ചിരിക്കുന്നു. CIA മേധാവിയുടെ ചിത്രം മാത്രമാണ് പുറത്തുള്ളത്. അതായത് അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. മറ്റ് ക്യൂബൻ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ക്യൂബൻ ഇൻ്റലിജൻസിൻ്റെ എല്ലാവരുടെയും മുഖങ്ങൾ കൊടുത്തിട്ടുമുണ്ട്. ഇങ്ങനെയാണ് ആ ഫോട്ടോഗ്രാഫ് ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ ചർച്ച ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് ക്യൂബൻ ഭരണകൂടവും ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതായത് ക്യൂബയും അമേരിക്കയും തമ്മിൽ രണ്ട് ഇൻ്റലിജൻസ് ഏജൻസികൾ തമ്മിൽ ചർച്ച നടന്നിരിക്കുന്നു. ഇതിൽ വലിയ വാർത്താ പ്രാധാന്യമുണ്ട്. കാരണം ക്യൂബയും അമേരിക്കയും സൗഹൃദ രാജ്യങ്ങളല്ല. രണ്ട് രാജ്യങ്ങളും ശത്രു രാജ്യങ്ങളാണ്. വർഷങ്ങളായി ഇവർ ശത്രുപാളയത്തുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ക്യൂബയെ എന്നെന്നും വിമർശിച്ചിട്ടുള്ള അമേരിക്കയുടെ ചാരസംഘം എന്തുകൊണ്ടാണ് ഔദ്യോഗികമായി ഒരു ചർച്ച ക്യൂബൻ ഭരണകൂടവും നടത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നത് ക്യൂബയെ അമേരിക്ക വല്ലാതെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുന്നു. ക്യൂബയെ ആക്രമിച്ച് കീഴടക്കുമെന്ന ഭീഷണിയാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരത്തിൽ വന്നതിന് ശേഷം ക്യൂബൻ ജനതയെ നിർദ്ദയം അയാൾ ശിക്ഷിക്കുകയാണ്. ഇപ്പോൾ ക്യൂബയുടെ ഏതാണ്ട് 65% പരിസരങ്ങളിലും മേഖലയിലും ഇപ്പോൾ വൈദ്യുതി നിലച്ചിരിക്കുകയാണ്. അവർ ഇരുട്ടിലാണ്. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ക്യൂബ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് പെട്രോളിൽ നിന്നും ഡീസലിൽ നിന്നും ഗ്യാസിൽ നിന്നുമൊക്കെയാണ്. സൂര്യപ്രകാശം ഉൾപ്പെടെയുള്ള മറ്റ് സ്രോതസ്സുകളിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് തുച്ഛമാണ്. അതുകൊണ്ട് തന്നെ ഈ പെട്രോളും ഡീസലിൻ്റെയും വരവ് രാജ്യത്ത് നിലച്ചിരിക്കുന്നു. അത് തടസ്സപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ അമേരിക്കയാണ്. അതായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അമേരിക്കൻ സൈന്യം വെനസ്വേലയിൽ ചെന്നിറങ്ങുന്നതും വെനസ്വേലയൻ പ്രസിഡന്റിനെ കിടപ്പറയിൽ നിന്ന് പൊക്കിയെടുത്ത് ന്യൂയോർക്കിലേക്ക് കൊണ്ടുവരുന്നതും ആ രാജ്യത്തിൻ്റെ ഭരണം പിടിക്കുന്നതും. വെനസ്വേലയൻ എണ്ണ കമ്പനികളുടെ എല്ലാം തലപ്പത്ത് ഇപ്പോൾ അമേരിക്കയാണ്. വെനസ്വേലയാണ് ക്യൂബയ്ക്ക് വളരെ കുറഞ്ഞ അളവിൽ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ചെലവിൽ വിലയ്ക്ക് എണ്ണ നൽകിക്കൊണ്ടിരുന്നത്. ക്യൂബ എണ്ണ വാങ്ങുന്നത് വെനസ്വേലയിൽ നിന്ന് മാത്രമാണ്. അന്താരാഷ്ട്ര വിപണിയിൽ നിന്നും ഉയർന്ന വിലയ്ക്ക് എണ്ണ വാങ്ങാൻ അവർക്ക് സാമ്പത്തിക ശേഷിയില്ല. ക്യൂബയിലേക്ക് വെനസ്വേല ഒഴുക്കുന്ന എണ്ണയ്ക്ക് പകരം വെനസ്വേലയിലേക്ക് ഡോക്ടർമാരെയും നഴ്സുമാരെയും ഒക്കെ നൽകുകയാണ് ക്യൂബ ചെയ്യുക. തുച്ഛമായ വില ഈ ക്രൂഡ് ഓയിലിന് നൽകുകയും ചെയ്യും. അങ്ങനെയാണ് വെനസ്വേല ഈ ക്യൂബയ്ക്ക് എണ്ണ നൽകിക്കൊണ്ടിരുന്നത്. ഏതാണ്ട് സൗജന്യമായി എന്ന് തന്നെ പറയുന്ന രീതിയിലാണ് ക്യൂബയ്ക്ക് ആവശ്യമായ എണ്ണ വെനസ്വേല നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ വെനസ്വേലൻ എണ്ണ കമ്പനികളുടെ ഒരു നിയന്ത്രണം അത് അമേരിക്ക ഏറ്റെടുത്തതോടുകൂടി ഈ എണ്ണ വിതരണം തടസ്സപ്പെടുത്തുകയായിരുന്നു. മറ്റ് വിപണികളിൽ നിന്നും എണ്ണ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ക്യൂബയ്ക്കില്ല. പക്ഷേ അവർ റഷ്യയിൽ നിന്നും 1-2 ടാങ്കർ ഇടയ്ക്കിടെ എണ്ണ വാങ്ങുന്നുമുണ്ട്. അത് വരുന്നപടി തീരുകയും ചെയ്യും. എണ്ണയില്ലാത്തത് കാരണം ക്യൂബയ്ക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സാഹചര്യമില്ല. വൈദ്യുതി നിലയങ്ങളെല്ലാം അടച്ചുപൂട്ടുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാജ്യത്തിൻ്റെ 65% പ്രദേശങ്ങളും ഇരുട്ടിലാണ്. ക്യൂബൻ ജനത വലിയ കഷ്ടപ്പാടിലാണ്. ഇതുണ്ടാക്കിയിരിക്കുന്നത് അമേരിക്കയാണ്. ഈ സമയത്ത് പോലും ക്യൂബൻ ജനതയ്ക്ക് $100 ബില്യൺ ഒരു സഹായം അമേരിക്ക നൽകുന്നുണ്ട്. പക്ഷേ ആ സഹായം നൽകുന്നത് സർക്കാരിനല്ല, അവിടുത്തെ കത്തോലിക്ക പള്ളികൾക്കാണ്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം ക്രൂരമായ നിലപാടാണ് അമേരിക്ക ക്യൂബയ്ക്കെതിരെ, ക്യൂബയുടെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനെതിരെയും അവിടുത്തെ ജനങ്ങൾക്കെതിരെയും ഇപ്പോൾ അമേരിക്ക പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങിയില്ലെങ്കിൽ രാജ്യത്തെയും ജനങ്ങളെയും നശിപ്പിച്ചു കളയും എന്ന ഒരു നിലപാടാണ് അമേരിക്കയ്ക്ക്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ക്യൂബയെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതായത് അമേരിക്കൻ സൈനികരിൽ ഒരു വിഭാഗം ഇപ്പോൾ ഇറാനിലുണ്ട്. ഇറാൻ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സൈനികർ ഇറാനെ ഒരു ദിവസം തീർത്തതിന് ശേഷം അമേരിക്കയിലേക്ക് മടങ്ങും. അങ്ങനെ മടങ്ങുന്ന വഴിയിൽ അവർക്കൊരു ദൗത്യം കൂടിയുണ്ട്. അത് മറ്റൊന്നുമല്ല, ക്യൂബയെ നാമാവശേഷമാക്കുക എന്നുള്ളതാണ്.
ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പുറത്താക്കും. അവിടെ ഒരു പാവ സർക്കാരിനെ, അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള പാവ സർക്കാരിനെ അവരോധിക്കും. അതിനുശേഷം മാത്രമേ ക്യൂബയ്ക്ക് എണ്ണ നൽകൂ എന്നാണ് ഇപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. ലോകത്തുള്ള രാജ്യങ്ങളെ മുഴുവൻ ഇങ്ങനെ കീഴടക്കാൻ അമേരിക്കയ്ക്ക് ആരാണ് അനുവാദം കൊടുത്തിരിക്കുന്നത് എന്നറിയില്ല. പക്ഷേ ക്യൂബയെ ഈ രീതിയിലെല്ലാം അമേരിക്ക ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ആക്രമണം നടത്തും എന്നും പറയുന്നു. സത്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ക്യൂബയിൽ ഉടലെടുത്തിരിക്കുന്നു. ക്യൂബയിലേക്കുള്ള എണ്ണ വിതരണം അത് തടസ്സപ്പെടുത്തിക്കൊണ്ട് അങ്ങേയറ്റം ക്യൂബയെ ദ്രോഹിക്കുകയാണ് അമേരിക്ക. ഈ സാഹചര്യത്തിലാണ് ഇൻ്റലിജൻസ് മേധാവികൾ തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. അതായത് ക്യൂബ അയയുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അമേരിക്കയുമായി ഒരു കാരണവശാലും ചർച്ചയ്ക്കില്ല എന്ന് നിലപാടെടുത്തിരുന്ന ക്യൂബൻ ഭരണകൂടം ഇപ്പോൾ അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിയുമായി ചർച്ച നടത്തിയിരിക്കുന്നു. അമേരിക്കൻ താൽപ്പര്യങ്ങൾ ക്യൂബൻ ഭരണകൂടത്തെ അറിയിക്കുക എന്നത് തന്നെയാണ് ഈ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവൻ്റെ സന്ദർശനം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ക്യൂബ പഴയതുപോലെ അല്ല, ഇപ്പോൾ അമേരിക്കയുമായി ചർച്ച നടത്തി തുടങ്ങിയിരിക്കുന്നു. ഈ കഴിഞ്ഞ ഏപ്രിൽ 10-ാം തീയതി അമേരിക്കൻ സംഘം ക്യൂബയിലേക്ക് ചർച്ചകൾക്കായി എത്തിയിരുന്നു. 2016 ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു അമേരിക്കൻ സർക്കാർ വിമാനം ക്യൂബൻ വിമാനത്താവളത്തിൽ ഇറങ്ങുന്നത്. ആ ചർച്ചകൾ അന്ന് ഏതാണ്ട് പുരോഗമിച്ചിരുന്നു. അതിനുശേഷമുള്ള ആ ചർച്ചകളുടെ തുടർ ചർച്ചകളാണ് ഇപ്പോൾ ഹവാനയിൽ നടക്കുന്നത് എന്നാണ് സൂചന. സംഘർഷം ഒഴിവാക്കാനും ഈ രാജ്യത്തെ ബ്ലോക്കേഡിൽ നിന്നും അല്ലെങ്കിൽ ഈ ഇന്ധന പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കാനുമൊക്കെയുള്ള ചർച്ചകളും ശ്രമങ്ങളുമാണ് നടക്കുന്നത് എന്നത് ഉറപ്പാണ്. ഒരുപക്ഷെ ഒന്നുകിൽ ക്യൂബയെ അമേരിക്ക ആക്രമിച്ച് കീഴ്പ്പെടുത്തും, ഇല്ല എങ്കിൽ ഈ ഒരു ഓയിൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ എണ്ണ തടസ്സപ്പെടുത്തിക്കൊണ്ട് ക്യൂബയെ സമ്മർദ്ദത്തിലാക്കി അമേരിക്കയുടെ ഇംഗിതം ക്യൂബയിൽ നടപ്പിലാക്കും. എന്തായാലും ക്യൂബൻ ജനതയുടെ കാര്യം പോക്കാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കമ്മ്യൂണിസ്റ്റ് ക്യൂബയാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് ക്യൂബ. കേരളത്തിലെ സഖാക്കളുടെ മധുര മനോജ്ഞ ഭൂമിയാണ് ക്യൂബ എന്ന് നമുക്കറിയാം. ക്യൂബയിൽ ഇത്രയും വലിയ അത്യാഹിതങ്ങൾ, അനീതി ഇതെല്ലാം അമേരിക്ക നടത്തിയിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ സഖാക്കൾ ഒരു ഐക്യദാർഢ്യ സമ്മേളനമോ റാലിയോ നടത്താത്തത് എന്നത് ആശ്ചര്യകരമായി തുടരുകയാണ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.